ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. നമ്മുടെ ചാനലിൽ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വീഡിയോയുടെ ബാക്കി എന്നോണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ പാലാ തൊടുപുഴ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ സുപരിചിതമായ ഒരു വീടാണിത്. ഇവിടുത്തെ പൂക്കളുടെ ഈ വർഷത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് എനിക്ക് കമൻസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. വേനൽ മഴയൊക്കെ കഴിഞ്ഞ് കുറേ പൂക്കളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വൈകിയത്. ഇവിടെ പൂക്കളൊക്കെ കുറച്ച് കരിഞ്ഞാണ് നിൽക്കുന്നത്, എന്നാലും ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതുവഴി വരുമ്പോൾ ഈ വീട് കാണാൻ വേണ്ടി. ഈ വർഷം വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ വെറൈറ്റീസ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞ് നോക്കാം. ഒത്തിരി പൂവുണ്ടായിരുന്നു, എല്ലാ വർഷത്തേലും കൂടുതലുണ്ടായിരുന്നു. വർഷം ചൂട് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് പൂ കൂടുന്നത്. ഒത്തിരി ചെടികൾ കൊണ്ടുപോയി നമുക്ക് ഒത്തിരി തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നമ്മൾ ഒരു ബോർഡ് പോലും വെക്കാതെ തന്നെ നമുക്ക് ഒത്തിരി ആൾക്കാർ ചോദിച്ചു കയറി വന്ന് നമ്മളൊരു കൊണ്ടുപോകുന്നുണ്ട്. ഈ വർഷം പുതിയതായിട്ട് എന്നാക്കി ഏട്ടാ വേറെ ഇതായിട്ട് വന്നത്? പുതിയതായിട്ട് പിന്നെ കമ്പെല്ലാം കുത്തി ഒത്തിരി പിടിപ്പിച്ചത്. അത് ഞങ്ങളെല്ലാം തന്നെ കുറെ കത്തിയിലാക്കിയായിരുന്നു. എല്ലാം തന്നെ വിറ്റുപോയോ? ഇനിയുണ്ടോ കൊടുക്കാനായിട്ട്? ഇനി വന്നാലോ ഉണ്ടോ തൈകള്? ഈ കൊല്ലത്തെ പുതിയതായിട്ട് വന്ന ഏതാ കാണിക്കാനുള്ള? ഇപ്പൊ ഈ തവണ കുറച്ചും കൂടെ ഏരിയ കൂട്ടിന്ന് തോന്നുന്നു അല്ലേ? അങ്ങോട്ടേക്ക് ഇല്ലായിരുന്നല്ലോ, നീട്ടിയെടുത്തു. ഇവിടെ വരുന്നവരധികം ഈ പൂക്കൾ തന്നെ ചോദിച്ചു വരുന്നവരല്ലേ? ഓരോ പുതിയ ഇനമാണ് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഇലയിലും അല്ല, ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ്. നല്ല പൂ അത്രയും പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ല. വേറെ വെറൈറ്റി കളറാണ്. മറ്റു ഈ കളർ ഹൈബ്രിഡ് ഇനങ്ങളിൽ കാണാനുള്ളൂ. നല്ല ബ്രൈറ്റ് കളറാ. ഇതും ഹൈബ്രിഡാണ്. ഇത് ഹൈബ്രിഡ് ഇനങ്ങളുടെ തണ്ടുകൾക്ക് തീർത്തും തിന്നായിരിക്കും തണ്ടുകള്. പിന്നെ അതുപോലെ ഇലയും നല്ല ഭംഗിയാ കാണാനായിട്ടല്ല. ഇലയില്ലാതെ മുഴുത്ത ഇലകളായിരിക്കും, ഇത് ചെറിയ ഇലകളായിരിക്കും. അതിൽ നിന്നൊക്കെയാണ് ഹൈബ്രിഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് നാടൻ തന്നെയാണ്, പഴയ. അതെ, പക്ഷെ ഒത്തിരി നാളായിട്ട് ഇവിടെ കാണുന്ന ഈ വീട് കാണുമ്പോൾ മുതൽ ഈ ഒരു കളറാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കണ്ടിട്ടുള്ളത്. ഏത് മാസത്തിലെ ചേച്ചി ഇത് വെട്ടി നിർത്തുന്നത്? ഡിസംബറിലല്ലേ വെട്ടി നിർത്തുന്നത്? ജൂണൊക്കെ ആകുമ്പോൾ നമ്മൾ വെട്ടി പൂവങ്ങ് തീരുന്ന സമയത്ത് നമ്മൾ വെട്ടിയെടുത്ത് നിർത്തും. കഴിഞ്ഞ് പിന്നെ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇതിൽ നല്ല ഒന്ന് ബുഷാക്കി നിർത്തത്തക്ക രീതിക്ക് പുതിയതായിട്ട് പ്രത്യേകിച്ച് തന്നെ ചേച്ചി വളം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ കുളിപ്പിച്ചൊഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് കുളിപ്പിച്ചൊഴിച്ചാൽ അത്രയും 300 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഹൈബ്രിഡ് ആണ് നമ്മൾ 250 കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല തൈകളായി കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ള തൈകളാ അല്ലേ? അല്ല, ഇത് നാടനാണ്. ഇത് നമ്മൾ ഈ ചട്ടിക്കകത്ത് കൊടുക്കുന്നത് 300 രൂപയ്ക്കാണ്. വലുത് ഇത് അങ്ങനെയാണ് നമ്മൾ ആ റേറ്റിലാണ് കൊടുക്കുന്നത്. ഹൈബ്രിഡ് ഒക്കെ ഇതൊക്കെ നമ്മൾ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത്രയും ചെറുതിൽ വരെ പൂക്കളല്ലേ? അതേത് പൂ ഇവിടെ വെച്ചിട്ട് പൂക്കളായതാണോ? നമ്മൾ പിടിപ്പിച്ച് കഴിയുന്ന പൂക്കളായതാണ്. ഇത് ഒത്തിരി ആയതാണോ പിടിപ്പിച്ചിട്ട്? ഇല്ല, ഈ കൊല്ലത്തേതാ അല്ലേ? പൂക്കൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് വെറൈറ്റി എന്ന് നോക്കിയും കണ്ടും എടുക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഓടി വരുവാണെങ്കിൽ പൂക്കൾ നോക്കി എടുക്കാം. ഇത് 2 കളേഴ്സ് മിക്സ് ആയി വന്നേക്കുന്നത്. 2 കളർ മിക്സ്. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ അകത്ത് കുഞ്ഞു ഫ്ലവറും ഉണ്ട്. നാടനയിൽ അങ്ങനെ 2 കളർ മിക്സ് ആയിട്ട് വരും.
പൂമ്പാറ്റ നടക്കുന്നു. ഏകദേശം 2 വർഷം മുന്നെയാണ് ഇവിടുത്തെ ടയർ ചെട്ടികളും അതുപോലെ ബൊഗൈൻവില്ല പൂക്കളുമായിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇറങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നല്ല റെസ്പോൺസാണ് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഓരോ വർഷവും ഇവിടുത്തെ പുതിയ ചെടികളെയും പൂക്കളെയൊക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് കമൻസും വരാറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നഴ്സറി ആയിട്ടും ചെടികൾ വിൽക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർ ഇവിടെ വന്ന് ചെടികൾ വാങ്ങാവുന്നതാണ്. കൂടാതെ കോൺടാക്ട് നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.